ഞാൻ ഫോട്ടോ എടുക്കാനേ പൈസ വേണോന്ന് ചോദിച്ചാ, പക്ഷെ ക്യാമറ ചോദിച്ചില്ല. ഇനി അവരെല്ലാം പറയുമെന്തോ. ഹലോ, ഞാനിപ്പോൾ നിൽക്കുന്ന വാഗമണിലാണ് കേട്ടോ. നാളെ നമ്മുടെ സോൾസ് ഓഫ് കൊച്ചിൻ്റെ വാഗമൺ അൾട്രയിൽ റണ്ണ് സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ അതിന് പങ്കെടുക്കാൻ വേണ്ടി വന്ന. റണ്ണിനില്ല, ഞാൻ വോളണ്ടിയറാണ്. അപ്പോൾ അതെ, വാഗമൺ അഡ്വഞ്ചർ പാർക്കിലാണ് റണ്ണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെ കണ്ട എൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയേ, അടിപൊളിയല്ലേ. അപ്പോൾ ഞാൻ ഇവിടെ ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ വന്നതാണ്. കുറേ നാളായി വിചാരിക്കുന്നു, ഇതുവരെ വരാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും ഇവിടം വരെ വന്ന സ്ഥിതിക്ക് എന്തായാലും ഗ്ലാസ് ബ്രിഡ്ജ് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. ടിക്കറ്റൊക്കെ എടുത്തു. വീഡിയോയ്ക്ക് പൈസ എടുക്കണോ എന്താ അറിയില്ല. ഇപ്പം അങ്ങോട്ട് പോവാണ്. എൻ്റെ കൂടെ ഞങ്ങളുടെ റണ്ണിങ് ഗ്രൂപ്പിലുള്ള 2 പേരുണ്ട്. കുറേ പേര് അവിടെ ചായ കുടിക്കാൻ കയറി, വന്നില്ല, തിരക്കാണെന്നും പറഞ്ഞ്. അപ്പോൾ എന്തായാലും ഗ്ലാസ് ബ്രിഡ്ജ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അമ്മ സ്കൈ നോക്കിയേ, ഇതാന്ന് തോന്നുന്നു ഗ്ലാസ് ബ്രിഡ്ജിലേക്കുള്ള വഴി. ഓ, ഒരു ഹായ് ഒക്കെ പറഞ്ഞോ എൻ്റെ വീഡിയോയിൽ. ഇതായിരിക്കും തോന്നല്ലേ വാച്ച് ടവർ. എന്താണാവോ? ഓ, അതിൻ്റെ പൊക്കത്ത് കയറി നല്ല വ്യൂ ആയിരിക്കും. ഓ, അതാന്ന് തോന്നല്ലേ ഗ്ലാസ് ബ്രിഡ്ജ്. അവിടെ 5 മിനിറ്റ് ടൈം എഴുതിയേക്കണം. എന്താണ്, നമ്മൾ 5 മിനിറ്റ് അവിടെ നിൽക്കാം. ആ, അങ്ങനെ ആയിരിക്കും. പക്ഷെ അത്ര ലെങ്ത് ഉള്ളതായിട്ട് തോന്നണല്ലോ കണ്ടിട്ട്. ഇവരിങ്ങനെ കാണിക്കുമ്പോൾ ഭയങ്കര വലുതുപോലൊക്കെ ഉണ്ട്. ഇവിടെ വാഗമൺ അഡ്വഞ്ചർ പാർക്കിൽ പലതരം സ്പോർട്സ് ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പാരാഗ്ലൈഡിങ്, ഇത് അവിടെ കണ്ട അതിൻ്റെ പൊക്കത്തൊക്കെ ആൾക്കാർ എന്തൊക്കെയോ കാണിക്കുന്നു. എന്താ സ്വിങ് പോലെ ഒരു ബാക്കിലേക്ക് വലിച്ചിട്ട് വിടുവാന്ന് തോന്നണു. മിക്കാറിപ്പോൾ നിലവിളി കേൾക്കാം. അയ്യോ, അവരങ്ങ് പൊക്കി പൊക്കി കൊണ്ടുപോവുക. ഓ, സൈക്കിള് അമ്മ. അയ്യോ, അവരൊക്കെ കയറിക്കൂടെ സൈക്കിളെ ഒട്ടി പോവുക. എൻ്റെ അമ്മ കണ്ടിട്ട് തന്നെ പേടിയാവുന്നു. നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇതാണ് ബാക്കിലൊക്കെ. ഇവിടെ വേറെ സംഭവം കണ്ട. അയ്യോ, എൻ്റെ അമ്മ, അവര് കാണിക്കുന്ന പേടിയാവുക മനുഷ്യനെ കണ്ടിട്ട്. അപ്പുറത്ത് ഒരാൾ സൈക്കിളിൽ പോണം. ഇതവിടെ പാരാഗ്ലൈഡിങ്ങിൻ്റെ കണ്ട ആൾക്കാർ പോണം. അപ്പം നമ്മളത് ഇവിടെ എത്തിയിട്ടുണ്ട്. ഓ, സ്കൈ അടിപൊളിയാട്ടോ, ഒരു രക്ഷയില്ല. ഇതാണ് ഗ്ലാസ് ബ്രിഡ്ജ്. അമ്പ, അവിടുത്തെ വ്യൂ ഉള്ള കേട്ടോ. അപ്പം നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജ് കയറാൻ പോവാം. ഇവിടെ വരെ എത്തി. ഇവിടെ ടിക്കറ്റ് കാണിക്കണോ? ഇത് അഡ്വഞ്ചർ പാർക്കിൻ്റെ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അവിടെ നമ്മൾ വന്നിട്ടുണ്ട്. അവിടെ ടവറുണ്ടോ ഇവിടെയാണ്. പക്ഷേ ഇതുണ്ടോ, ഗ്ലാസ് ബ്രിഡ്ജിന് ഇത്ര നീളമുള്ളൂ. നമ്മളതിങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ ഭയങ്കര ലെങ്ത്തുള്ള, എനിക്ക് തോന്നുന്നു 25 മീറ്ററോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. 25-30 മീറ്റർ, അതിൽ കൂടുതലില്ലാന്ന് തോന്നുന്നുണ്ടോ. അപ്പോൾ ഇവിടെ ക്യൂ ആണ് ആൾക്കാർ. നമ്മളവിടെ വെയിറ്റ് ചെയ്തിരിക്കണം കണ്ടോ. ആ ഷെഡിൻ്റെ അടിയിൽ ആൾക്കാർ ഇരിക്കണം കണ്ടോ. അപ്പോൾ അവർ ഓരോരുത്തർ ഇത്ര ആൾക്കാരെ വെച്ചാൽ കയറ്റുള്ളൂ. നമ്മൾ കയറി കഴിഞ്ഞാൽ 5 മിനിറ്റാണ് നമുക്കവിടെ നിൽക്കാൻ പറ്റണം. ഇവിടെ വേറെ എന്തോ ഒരു സംഭവം ഉണ്ടല്ലോ, എന്തോ
ഒരു ഗ്ലാസ് ഹൗസ് പോലെ ഒരു സംഭവം. അതിൻ്റെ മുകളിലോട്ടൊക്കെ ഉണ്ട് ആൾക്കാർ, അവിടെ ഇവിടെ ഒക്കെ പോണുണ്ട്. ഇവിടെ നിന്നാണോ ഈ ഊഞ്ഞാലും? വ്യൂ നോക്കിയ ഫൂട്ട് റെക്കോർഡ്സ് ചാനലിൻ്റെ പേര്. ഫൂട്ട് FOOT ഫൂട്ട് റെക്കോർഡ്സ്. ഒടുക്കത്തെ വ്യൂ ആണ് കേട്ടോ. ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അവിടെ നല്ല കോടയാ. ഇവിടെയാണ് ഊഞ്ഞാലും ഒക്കെ സംഭവം. കണ്ടോ, രണ്ടുപേരും ഇരിക്കണുണ്ട്, അവരെങ്ങനെ ഉന്തി വിടും. മറ്റേ സൈക്കിളുകാർ വന്നില്ല, 2 സൈക്കിളുകാർ ഒരുമിച്ച് അങ്ങ് പോകണ്ടായിരുന്നു. അവർ വന്നത് കണ്ടില്ല. അയ്യോ, എൻ്റെ ടൈം ആവാറായോ. ചെരുപ്പിടാൻ പാടില്ല ഗ്ലാസ് ബ്രിഡ്ജിൽ, ചെരുപ്പിടരുത്. പിന്നെ ഇത്ര ആൾക്കാരെ കയറാൻ പാടുള്ളൂ. ഞങ്ങൾക്ക് മുമ്പ് വന്നവർ കയറി. ഞങ്ങൾ ക്യൂ മുന്നോട്ട് മാറിയിട്ടുണ്ട്. ഞാൻ അവിടെ പോയി ഇരിക്കട്ടെ, അല്ലെങ്കിൽ പിന്നെയും വെയിറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഞങ്ങൾ ചെരുപ്പൊക്കെ ഊരി വെച്ച് ഗ്ലാസ് ബ്രിഡ്ജ് കയറുക. 5 മിനിറ്റ് ഇവിടെ നിൽക്കാവുള്ളെന്നാ പറഞ്ഞത്. ഇതൊക്കെ നനഞ്ഞിട്ടുണ്ടല്ലോ ഇപ്പൊ. ഗ്ലാസ് ഒരു ഫീലാണ്. അങ്ങനെ ഗ്ലാസ് ബ്രിഡ്ജിൽ വലതുകാലി വെച്ച് കയറിയിട്ടുണ്ട്. പക്ഷേ ഇതില് താഴേക്ക് ഹൈറ്റ്, അവിടെ ഹൈറ്റ് ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ഗ്രൗണ്ട് കാണാം. നമുക്ക് ഇങ്ങനെ താഴോട്ട് നോക്കുമ്പോ എന്തോ പോലെ ഉണ്ടല്ലേ. താഴോട്ട് നോക്കാതെ ഇരിക്കുക ബെസ്റ്റ്. നമ്മള് ഗ്ലാസ് ബ്രിഡ്ജ് കയറി. താഴോട്ട് നോക്കിയ വിഷയമാണ്. താഴോട്ട് നോക്കിയിട്ട് പേടിയാവുന്നുണ്ട്. നിങ്ങൾക്കും എല്ലാം കാണുന്നുണ്ടോ? അമ്മ, ക്ലൗഡ്സ് ആണ് മെയിനായിട്ട്. ഗ്ലാസ് ആയിട്ട് ക്ലൗഡ്സ് ഒക്കെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ താഴോട്ട് നോക്കിയാൽ എല്ലാം കാണുന്നുണ്ടോ? ഞാൻ നോക്കുന്നില്ല, പേടിയാവുക. ഇതാണ് ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ സൈഡിലുള്ള വ്യൂ. ഇവിടെയൊക്കെ ടവറുണ്ട്. ഇവിടെ വേറെ സ്പോർട്സ് ആക്ടിവിറ്റീസൊക്കെ നടക്കുന്നുണ്ട്. പാരാഗ്ലൈഡിങ് ഉണ്ട്. നമ്മുടെ സൈക്കിൾ ചേട്ടൻ വരുന്നുണ്ട് തിരിച്ച്. ഇതാണ് ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ എൻഡായി. കണ്ട, ഇത്രേ ഉള്ളൂ നമുക്ക്. ഇതാണ് സംഭവം. താഴെ കാടാണ്ട്, ഇത്രയും താഴത്തിലാണ്. ഇതാണ് ഒരു സൈഡ്. താഴേക്കുള്ള വ്യൂ ഉണ്ടോ? താഴെ ഉണ്ടോ?
എന്നെ കിട്ടിയില്ലേ? ഹൗസ് അടിപൊളിയാട്ടോ, ഒരു രക്ഷയില്ല. കാല് വെളിയിട്ട് നമ്മളെപ്പോഴും ഈ മേളിൽ നിന്നുള്ള ഈ മരങ്ങൾ. അതെ. എത്ര താഴ്ച ഉണ്ടാവും? ഇത് മരങ്ങളുടെ മുകൾ ഭാഗമല്ലേ, പടിയിലൊക്കെ ഇനിയും താഴ്ച ഉണ്ടാവും. നല്ല കാറ്റുണ്ട്. അങ്ങനെ നമുക്ക് അലോട്ട് ചെയ്ത 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അവർ വിസിലടിക്കണ്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളിങ്ങനെ ഇറങ്ങാമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കും. മുടക്കിയ മുതൽ 1 മാസത്തെ ഇവരെ അറിയത്. അതെ. നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജ്. സെയിന്റ് ഗവൺ ഗ്ലാസ് ആണ്. ചുറ്റുമുള്ള വ്യൂ അടിപൊളിയാട്ടോ. ആ മൗണ്ടൻ ഒക്കെ നല്ല ഭംഗിയല്ല. ആ സൈഡ് അവിടെ കണ്ട. അങ്ങനെ നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജ് കണ്ട് തിരിച്ചിറങ്ങുവാണ്. അടുത്ത ആൾക്കാർ ക്യൂലായിട്ടുണ്ട്. വന്നപ്പോൾ എന്താ സ്മെല്ല് എന്താ മനസ്സിലാവണല്ലോ. വേണ്ട ഗ്ലാസ് ബ്രിഡ്ജ്. അപ്പോൾ നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജ് കണ്ട് ഇറങ്ങി. ഈ നഷ്ടക്കച്ചവടമായിപ്പോയി, ഒരു രക്ഷയില്ല. കാരണം വെച്ചാൽ ഒട്ടും ദൂരമില്ല. പക്ഷെ ഇവർ വന്ന സമയത്ത് എന്തോ ലോങ്ങസ്റ്റ് ഗ്ലാസ് ബ്രിഡ്ജ് എന്തൊക്കെയോ പറഞ്ഞ് ഇവർ ഭയങ്കര പരസ്യവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ ഒട്ടും ദൂരമില്ല. കാരണം നമുക്ക് ജസ്റ്റ് 250 രൂപ കൊടുത്ത് കയറാനുള്ള ഒരു ഇതൊന്നുമില്ല. അപ്പം ഞാൻ പിന്നെ ജസ്റ്റ് നമുക്ക് വീഡിയോ എടുക്കാമെന്നുള്ള ഒരു ഇത് മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പോൾ നിങ്ങളൊക്കെ വരുമ്പോൾ നോക്കിയിട്ട് കയറിയാൽ മതി. കാരണം 5 മിനിറ്റ് അതിൽ നിൽക്കാനും സമ്മതിക്കണുള്ളൂ. ഒരു 50 രൂപ അല്ല, ഒരു പോട്ടെ, ഒരു 200 രൂപ അല്ലെങ്കിൽ 150 രൂപ അത്രേ വരുള്ളൂ. അത്രയിനുള്ളതേ ഉള്ളൂ ഗ്ലാസ് ബ്രിഡ്ജ്. അപ്പോൾ ഇനി നിങ്ങളൊക്കെ വരണ്ടെങ്കിൽ നോക്കിയിട്ട് കയറാം. ഇവിടെ ബാക്കി ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. എവിടെന്നാ? ഫുഡ് റെക്കോർഡ്സ് ചാനലിൻ്റെ പേര്, ഫുഡ് റെക്കോർഡ്സ്. കുറേ പിള്ളേർ വന്ന അവർ ഞാൻ ക്യാമറ പിടിച്ചിട്ടുണ്ട്. അവർ ഹായ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എവിടെന്നാ വന്നേന്നൊക്കെ ചോദിച്ചു. അവർ ട്രിവാൻഡ്രത്ത് നിന്ന് വന്ന. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ അപ്പം കയറുവാണേ നഷ്ടമായിരിക്കും ഗ്ലാസ് ബ്രിഡ്ജ്. കാരണം 250 രൂപയ്ക്കുള്ള അതിനകത്ത് ഇല്ല. അപ്പോൾ നമ്മളേതായാലും തിരിച്ചിറങ്ങി. അയ്യോ ഇറക്കാം. ഇത് നമ്മൾ മുകളിലോട്ട് കയറുക. മുകളിൽ നമ്മുടെ ടീമൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നാളത്തെ നമ്മുടെ റണ്ണിന് വേണ്ടിയിട്ട് ഇന്നിവിടെ ബ്രീഫിംഗ് ഒക്കെ ഉണ്ട്. വൈകുന്നേരം 6 മണിക്ക് ബ്രീഫിംഗ് ഒക്കെ ഉണ്ട്. അപ്പം അതിന് വേണ്ടി എല്ലാവരും ഇവിടെ വരുന്ന
അപ്പോൾ നമ്മൾ അഡ്വഞ്ചർ പാർക്കിലാണ്. 3 കാറ്റഗറിയുള്ള നാളെ 60K, 33K ആൻഡ് 8K. സൈക്കിളിൽ പോകണ വയ്ക്കാൻ ഇങ്ങനെ 3 കിലോമീറ്ററിലാണ് മത്സരം നടക്കുന്നത്. ഞാനൊക്കെ വോളണ്ടിയറാണ്. ഞാൻ കഴിഞ്ഞ മുമ്പിലത്തെ വർഷം ഓടിയായിരുന്നു, ഈ വർഷം രജിസ്റ്റർ ചെയ്തില്ല. മോനുമൊക്കെ വോളണ്ടിയറാണ്. ഞങ്ങളുടെ സോൾസ് ഓഫ് കൊച്ചിനാണ് നടത്തണം, ഓർഗനൈസ് ചെയ്യണം ഇവൻറ്റ്. അപ്പോൾ നമ്മളെല്ലാവരും വോളണ്ടിയേഴ്സാണ്. അപ്പോൾ നമുക്ക് 6 മണിക്ക് ഇവിടെ മീറ്റുണ്ട്. അപ്പോൾ എല്ലാവരും വരും. അപ്പോൾ അതിന് മുമ്പ് എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് ഇത് കണ്ടിട്ട് പോകാം. ഞാനേതായാലും ഇപ്പോൾ കണ്ടാൽ നന്നായി. ഇനി ഇതിന് വേണ്ടി എറണാകുളത്ത് നിന്ന് വന്നെങ്കിൽ വലിയ നഷ്ടമായി പോയിനെ. ഒരുപാടായി വരണം എന്ന് വിചാരിക്കുന്നു. അപ്പം ഇപ്പം എന്തായാലും ഇവിടെ വന്ന കൂട്ടത്തിൽ കണ്ടുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല, നഷ്ടമില്ല. അല്ലെങ്കിൽ നമ്മൾ ഇതിന് വേണ്ടി തന്നെ നടന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല നഷ്ടമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ വിശേഷം. നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അവിടെ നിന്ന് കയറി പൊക്കത്തെത്തി. അയ്യോ, അവർ സൈക്കിളിൽ എങ്ങോട്ട് വന്ന് കാണാൻ പറ്റി. അയ്യോ, ഞാൻ വന്നേക്ക് അവരവിടെ എത്തിക്കഴിഞ്ഞ്. ഇവിടെ പക്ഷേ ഈ ടൈലും ഇതൊക്കെ ഉണ്ട്, അതെല്ലാം പൊളിഞ്ഞടക്കണം. ഇവർ പൈസ മേടിക്കണമല്ലാണ്ട് ഒന്നും മെയിൻ്റെനൻസും ഇല്ല, ഒന്നുമില്ല. ഇവിടെ നിന്നാണ് സൈക്കിളിൻ്റെ ആൾക്കാർ പോകണമെന്ന് തോന്നുന്നു. ഇതാണ് അഡ്വഞ്ചർ പാർക്കിൻ്റെ വ്യൂ ഉണ്ട്. അവിടെയാണ് നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജ്. ആ സൈക്കിളുകാർ കയറിപ്പോയി. ഇനി വേറെ ആരെങ്കിലും പോകണ്ടോന്ന് നോക്കിയിട്ട് കാര്യം കയറണില്ല. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇവിടെ ഈ ടൈലിൽ ഇതൊക്കെ ഉണ്ട്, എല്ലാം പൊളി. നമ്മൾ കയറി തന്നെ എൻട്രൻസ് തന്നെ പൊളിഞ്ഞിട്ട് കാറിൻ്റെ ഒക്കെ ടയറൊക്കെ പോകും. അവരൊന്നും നന്നാക്കണില്ല. എന്നിട്ട് അവരെത്ര പൈസയാണ് മേടിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം റണ്ണിന് വന്നപ്പം റണ്ണ് സ്റ്റാർട്ട് ചെയ്ത് ഓടിയപ്പോഴേക്കും ഉണ്ട് ഈ ടൈല് കണ്ടോ, ഇങ്ങനത്തെ ടൈല് നമ്മൾ ചവിട്ടിയപ്പം ടൈല് കുഴിഞ്ഞ് കാലകത്തോട്ട് പോയി. കാല് പണിയായി. എന്തോ ഭാഗ്യത്തിന് കാര്യമായിട്ടൊന്നും പറ്റിയില്ല. അല്ലെങ്കിൽ ഞാനിപ്പം എനിക്ക് റണ്ണൊന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. കാല് ഉളുക്കിയൊന്നുമില്ല ഭാഗ്യത്തിന്. ഇത് നോക്കിയൊരു കുട്ടി. ഇതെന്തോ അഡ്വഞ്ചർ ഇതാണ്. ഇതവിടെ ഒരു സൈക്കിൾ വെച്ചിട്ടുണ്ട്. സൈക്കിൾ കണ്ട, ഇതാ ഒരു കുട്ടി. പാവം, അവനവിടെ നിന്ന് ആടിക്കൊണ്ടിരിക്കുക. ഇതെന്താ സംഭവം എന്ന് മനസ്സിലാവണം. ഇത് വേറെന്തോ സംഭവം. ഇവിടെ റെസ്റ്റ് റൂം ഷോപ്സൊക്കെ ഉണ്ട്. ഇതിന് മുമ്പ് ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്, പക്ഷെ നമ്മളിങ്ങനെ ഫുള്ളൊന്നും കണ്ടെന്നില്ല. നമ്മൾ റണ്ണിന് വന്ന കാരണം. ഇവിടെ എന്തോ റൈഡ് ഉണ്ട്. കസേര കറങ്ങണമെന്ന് തോന്നുന്നു. സിപ്പ് ലൈനാടാ, നോക്കിക്കോട്ടെ. അതെ, പാരാഗ്ലൈഡിങ് എവിടെ നിന്നാ? അപ്പുറത്തെ സൈഡാണ്. ഓക്കെ. ഇതിൻ്റെ വേറൊരു സൈഡാണ്. ഇവിടെയാണ് സിപ്പ് ലൈന് പോണത്. ഇത് 360 ഡിഗ്രി സൈക്കിളാ. എൻ്റെ ആ കൊച്ചു മാമണ് അടുത്ത കുട്ടി കയറി.
നമ്മുടെ നാളത്തെ റണ്ണിൻ്റെ ഇതാണ്, ഹൈഡ്രേഷൻ ഉള്ളതാ. ബ്രെഡ് വാഗമൺ അഡ്വഞ്ചർ പാർക്കിൻ്റെ അകത്ത് ഹോളുണ്ട്, അവിടെയാണ് നമ്മുടെ നമ്മുടെ പീനട്ട് ബട്ടർ. ഇതെന്താണ്? മാംഗോ ജാം, ഗ്രാൻഡ് മാസ് മാംഗോ ജാം. ഇതൊക്കെയാണ് നമ്മുടെ സംഭവങ്ങൾ. ഇത് പൊളിഞ്ഞ് സ്പ്രേ ആണ്. പിന്നെ ഇതൊക്കെ നമ്മുടെ റണ്ണിനുള്ള സംഭവങ്ങളാണ്. ഇതാണ് നമ്മുടെ വോളണ്ടിയേഴ്സ്. ശങ്കർജി ഇപ്പം നമ്മുടെ വോളണ്ടിയേഴ്സാണ് ഇതൊക്കെ. നമ്മുടെ സോൾസ് ഓഫ് കൊച്ചിൻ റണ്ണിങ് ഗ്രൂപ്പിലെ എല്ലാവരും ഉണ്ട്. ഇവിടെ കുറച്ച് പേരുണ്ട്. അപ്പോൾ എനിക്ക് ഇപ്പോൾ ബാഗിൻ്റെ ടാഗ് തന്നുണ്ട്. എനിക്ക് ബാഗേജിലാണ് കിട്ടിയേക്കണത്. അപ്പോൾ ടാഗ് ഒട്ടിക്കണം. റണ്ണേഴ്സിൻ്റെ ബാക്ക് പാക്കൊക്കെ കൊണ്ടുവരില്ല, നമ്മൾ ടാഗ് ഒട്ടിച്ച് വെക്കണം, ബിബ് നമ്പർ എഴുതി. എന്നിട്ട് അതിൽ അവർ റണ്ണ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ സംഭവങ്ങൾ. നമ്മുടെ ജാമുണ്ട്.